ഹലോ ഫ്രണ്ട്സ്, ബൈബിളിൽ ചേർക്കാതെ നിരസിക്കപ്പെട്ട മഹത്തായ ബുക്കുകളിലൊന്നാണ് ദി ഫോർഗോട്ടൺ ബുക്ക് ഓഫ് ഈഡൻ. ദ ബുക്ക് ഓഫ് ആദം ആൻഡ് ഈവ് എന്ന ഇതിൻ്റെ ആദ്യ ബുക്കിൽ നമ്മുടെ പൂർവ്വ പിതാക്കളായ ആദമിനെയും ഹൗവായെയും ഏദൻ തോട്ടത്തിൽ നിന്നും ദൈവം പുറത്താക്കിയതിന് ശേഷമുള്ള അവരുടെ ജീവിതത്തെക്കുറിച്ച് വിവരിക്കുന്നു. ഈ വീഡിയോയിൽ 42-ാം അധ്യായം മുതലാണുള്ളത്. ഭൂമിയിലുള്ള പഴങ്ങൾ ഭക്ഷിക്കുവാനും അതിലെ വെള്ളം കുടിക്കുവാനും ഭയപ്പെട്ട അവർ തോട്ടത്തിന്റെ തെക്കുഭാഗത്ത് 4 വരികളായി പിരിയുന്ന നദിയിലേക്ക് പോയി തങ്ങൾക്ക് ജീവജലം തരികയോ സ്വസ്ഥത ലഭിക്കുന്ന വേറെ സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും മാറ്റി താമസിപ്പിക്കുകയോ ചെയ്യണം എന്ന് ലോർഡിനോട് അപേക്ഷിക്കുവാൻ പോകുന്ന ആദമിനും ഹവ്വയ്ക്കും എന്ത് സംഭവിച്ചു എന്ന് നമുക്കൊന്ന് കേൾക്കാം. അധ്യായം 42. ദൈവത്തിന്റെ അരുളപ്പാട് ആദമിന് ലഭിച്ചതെന്തെന്നാൽ, ആദമേ, എനിക്ക് സ്വസ്ഥത കിട്ടുന്ന വേറൊരു സ്ഥലത്തേക്ക് എന്നെ മാറ്റേണമേ എന്ന് നീ എന്നോട് അപേക്ഷിച്ചു. ഈ നാട് പോലെയുള്ള വേറൊരു നാടല്ല അത്. നിനക്ക് വിശ്രമം കിട്ടുന്ന ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ, അത് സ്വർഗരാജ്യമാണ്. എന്നാൽ ഇപ്പോൾ നിനക്കതിൽ പ്രവേശിക്കുവാൻ കഴിയുകയില്ല. നിന്റെ വിധി കഴിഞ്ഞതിൻ്റെ പൂർത്തീകരണത്തിന് ശേഷം മാത്രമേ അത് സാധിക്കൂ. അതിനുശേഷം ഞാൻ നിന്നെയും നിന്റെ നീതിയുള്ള സന്തതിയെയും സ്വർഗരാജ്യത്തിലേക്ക് കൊണ്ടുപോകും. ഞാൻ നിനക്കും അവർക്കും ഇപ്പോൾ നീ ചോദിക്കുന്ന സ്വസ്ഥത നൽകും. എനിക്ക് കുടിച്ച് ജീവിക്കേണ്ടതിനായി ജീവജലം തരേണമേ എന്ന നിന്റെ അപേക്ഷ സ്വീകരിക്കുവാൻ ഇന്ന് സാധ്യമല്ല. ഞാൻ നരകത്തിൽ ഇറങ്ങിച്ചെന്ന് പിച്ചള വാതിലുകളെ തകർത്ത് ഇരുമ്പ് രാജ്യങ്ങൾ കഷ്ണങ്ങളാക്കി മുറിക്കുന്ന ആ നാളിൽ ജീവജലം കുടിക്കുവാൻ ഞാൻ നിനക്ക് നൽകും. ലോകാവസാനത്തിൽ ഞാൻ കരുണയോടെ നിന്റെ ആത്മാവിനെയും നീതിമാന്മാരുടെ ആത്മാക്കളെയും രക്ഷിച്ച് എൻ്റെ തോട്ടത്തിൽ വിശ്രമം നൽകും. നീ അന്വേഷിക്കുന്ന ജീവജലത്തിന്റെ കാര്യത്തിലാണെങ്കിൽ ഇന്നത് നിനക്ക് ലഭിക്കുകയില്ല. എന്നാൽ ഗോൽഗോഥ ദേശത്ത് ഞാൻ എൻ്റെ രക്തം നിന്റെ തലയിൽ ചൊരിയുന്ന നാളിൽ അത് നിനക്ക് ലഭിക്കും. ആ സമയത്ത് എൻ്റെ രക്തം നിനക്ക് ജീവജലമായിരിക്കും. നിനക്ക് മാത്രമല്ല, നിന്റെ സന്തതികളിൽ എന്നിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും അത് എന്നേക്കും സ്വസ്ഥത നൽകും. ലോർഡ് വീണ്ടും ആദമിനോട് പറഞ്ഞു, ഓ ആദാമേ, നീ തോട്ടത്തിലായിരുന്നപ്പോൾ ഈ പരീക്ഷണങ്ങൾ ഒന്നും നിനക്ക് വന്നിരുന്നില്ല. എന്നാൽ നീ എൻ്റെ കൽപ്പന എന്ന് ലംഘിച്ചോ അന്നു മുതൽ ഈ കഷ്ടപ്പാടുകളെല്ലാം നിന്റെ മേൽ വന്നിരിക്കുന്നു. ഇപ്പോൾ നിന്റെ മാംസളമായ ശരീരത്തിന് ആഹാരവും പാനീയവും ആവശ്യമുണ്ട്. അതിനാൽ ഇപ്പോൾ നീ ഭൂമിയിൽ കൂടെ ഒഴുകുന്ന വെള്ളത്തിൽ നിന്നും കുടിക്കുക. അതിനുശേഷം ദൈവം തന്റെ വചനത്തെ ആദമിൽ നിന്നും പിൻവലിച്ചു. ലോർഡിനെ ആരാധിച്ചതിന് ശേഷം നദിയിൽ നിന്നും ഗുഹയിലേക്ക് മടങ്ങിയ ആദാമും ഹൗവായും ഗുഹയ്ക്ക് സമീപം എത്തിയപ്പോൾ അതിനരികിൽ ഒരു വലിയ തീ കണ്ടു. ഉച്ച സമയമായിരുന്നു അപ്പോൾ. അധ്യായം 43. അത് കണ്ട ആദമും ഹൗവായും ഭയന്ന് നിശ്ചലരായി. ആദം ഹൗവായോട് പറഞ്ഞു, നമ്മുടെ ഗുഹയ്ക്കടുത്തുള്ള തീ എന്താണത്? ഈ തീ ഉണ്ടാകാൻ തക്കവണ്ണം നമ്മൾ അതിൽ ഒന്നും ചെയ്യുന്നില്ലല്ലോ. അതിൽ ചുടാൻ നമുക്ക് അപ്പമോ അവിടെ പാകം ചെയ്യുവാൻ മറ്റെന്തെങ്കിലുമോ നമുക്കവിടെ ഇല്ല. ഈ തീ അതെന്താണെന്നോ അതിനെ എന്ത് വിളിക്കണമെന്നോ നമുക്കറിയുകയുമില്ല. ദൈവം കെരൂബിനെ ഇവിടേക്ക് അയച്ചപ്പോൾ അതിൻ്റെ കയ്യിലുണ്ടായിരുന്ന മിന്നിത്തിളങ്ങുന്ന തീ വാളുകൾ കണ്ട നാം ശവങ്ങളെപ്പോലെയായി താഴെ വീണു.
അതിനുശേഷം നമ്മൾ അങ്ങനെയൊന്ന് കണ്ടിട്ടില്ല. എന്നാൽ ഇപ്പോൾ ഹൗവ നോക്കൂ, നാം താമസിക്കുന്ന ഗുഹയെ കാക്കാൻ ദൈവം അയച്ച കെരൂബിന്റെ കയ്യിലുണ്ടായിരുന്ന അതേ തീയാണിത്. ഹൗവ, ദൈവം നമ്മോട് കോപിച്ചിരിക്കുന്നത് കൊണ്ടാണിത്. അദ്ദേഹം നമ്മെ അതിൽ നിന്നും പുറത്താക്കും. ഹൗവ, ആ ഗുഹയിൽ നാം വീണ്ടും ലോർഡിന്റെ കൽപ്പന ലംഘിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് അതിലേക്ക് പ്രവേശിക്കുന്നത് തടയാനായി അതിനെ ചുറ്റും കത്തിക്കുവാൻ ഈ തീ അയച്ചിരിക്കുന്നത്. ശരിക്കും ഹൗവ, ഇതങ്ങനെയെങ്കിൽ നമ്മൾ എവിടെ താമസിക്കും? ലോർഡിന്റെ സന്നിധിയിൽ നിന്ന് നമ്മൾ എവിടേക്ക് ഓടിപ്പോകും? തോട്ടത്തിൽ വസിക്കുവാൻ ലോർഡ് നമ്മെ അനുവദിക്കില്ല. തോട്ടത്തിൽ ഉണ്ടായിരുന്ന എല്ലാ നല്ല കാര്യങ്ങളും നമ്മിൽ നിന്നും എടുത്തു കളഞ്ഞിട്ട് ഗുഹയിൽ അദ്ദേഹം നമ്മെ ആക്കിയിരിക്കുന്നു. അതിൽ നമുക്ക് ആശ്വാസം ലഭിക്കുന്നത് വരെ ഇരുട്ടും പരീക്ഷണങ്ങളും കഷ്ടപ്പാടുകളും സഹിച്ചു. എന്നാൽ ഇപ്പോൾ അവൻ നമ്മെ പുറത്ത് മറ്റൊരു ദേശത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. അതിലെന്ത് സംഭവിക്കുമെന്ന് ആർക്കറിയാം? ആ ദേശത്തിന്റെ ഇരുട്ട് ഈ ദേശത്തിന്റെ ഇരുട്ടിനേക്കാൾ വളരെ വലുതായിരിക്കുമോ? ആർക്കറിയാം? ആ നാട്ടിൽ രാവും പകലും എന്ത് സംഭവിക്കുമെന്ന് ആർക്കറിയാം? ഹൗവ, അത് വളരെ ദൂരെയാണോ അതോ അടുത്തായിരിക്കുമോ? ആർക്കറിയാം? ദൈവം നമ്മെ എവിടെ നിർത്താനായിരിക്കും ഇഷ്ടപ്പെടുന്നത്? തോട്ടത്തിൽ നിന്നും വളരെ അകലെ ആയിരിക്കാം. അല്ലെങ്കിൽ നാം ലോർഡിന്റെ കൽപ്പന ലംഘിക്കുകയും എല്ലായ്പ്പോഴും നാം അവനോട് അപേക്ഷിക്കുകയും ചെയ്തതിനാൽ അദ്ദേഹത്തെ കാണുന്നതിൽ നിന്നും നമ്മെ തടയുന്നിടത്തായിരിക്കും. അല്ലേ ഹൗവ? ഹൗവ, ഇതിലും ഉപരിയായി നമുക്ക് ആശ്വാസം കണ്ടെത്തുവാൻ കഴിയുന്ന മറ്റൊരു നാട്ടിലേക്കാണ് ലോർഡ് നമ്മെ കൊണ്ടുപോകുന്നതെങ്കിൽ അത് നമ്മുടെ സോളുകളെ മരണത്തിലേക്ക് തള്ളിവിടുവാനും എന്നേക്കുമായി നമ്മുടെ പേർ ഭൂമുഖത്ത് നിന്ന് തന്നെ മായ്ച്ചു കളയുവാനുമായിരിക്കും. ഹൗവ, തോട്ടത്തിൽ നിന്നും ദൈവത്തിൽ നിന്നുമായുള്ള നമ്മുടെ ദൂരം വളരെ വലുതായാൽ സ്വർണം, കുന്തിരിക്കം, മൂർ, അത്തിവൃക്ഷത്തിന്റെ ഫലം എന്നിവ നമുക്ക് തരണമെന്ന് അപേക്ഷിക്കുവാൻ നാം ലോർഡിനെ എവിടെ കണ്ടെത്തും? രണ്ടാമതും നമ്മെ ആശ്വസിപ്പിക്കാനും ലോർഡ് നമുക്ക് വേണ്ടി ചെയ്ത ഉടമ്പടിയെക്കുറിച്ച് ഓർമ്മിപ്പിക്കേണ്ടതിനുമായി നമുക്ക് ലോർഡിനെ എവിടെ കണ്ടെത്താനാകും? പിന്നെ ആദം നിശബ്ദനായി. അവനും ഹവ്വായും ഗുഹയിലേക്കും അതിന് ചുറ്റും ജ്വലിക്കുന്ന തീയിലേക്ക് നോക്കിക്കൊണ്ട് അവിടെ നിന്നു. പക്ഷേ ആ തീ സാത്താനിൽ നിന്നുള്ളതായിരുന്നു. ഗുഹയെയും അതിനുള്ളിലുള്ളതിനെ ഒക്കെയും ദഹിപ്പിക്കുവാനായി അവൻ മരങ്ങളും ഉണങ്ങിയ പുല്ലുകളും ശേഖരിച്ച് ഗുഹയിലേക്ക് കൊണ്ടുവന്ന് അവയ്ക്ക് തീ കൊളുത്തിയതായിരുന്നു ആ തീക്ക് കാരണമായത്. അതുവഴി ആദമും ഹവ്വയും ദുഃഖിതരാകാനും അവർക്കുള്ള വിശ്വാസം നഷ്ടപ്പെട്ട് ദൈവത്തെ തള്ളിപ്പറയുവാനും വേണ്ടിയായിരുന്നു അത്. ഉച്ചയ്ക്ക് 12 മണി മുതൽ പിറ്റേ ദിവസം പ്രഭാതം വരെ ആ തീ നീണ്ടു നിന്നു. 45-ാമത്തെ ദിവസമായിരുന്നു അത്. എന്നിട്ടും ആദാമും ഹവ്വായും തീയിലേക്ക് തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. തീയെക്കുറിച്ചുള്ള ഭയം കാരണം ഗുഹയുടെ അടുത്തേക്ക് വരുവാൻ അവർക്ക് കഴിഞ്ഞില്ല. സാത്താൻ മരങ്ങൾ കൊണ്ടുവന്ന തീയിലേക്ക് എറിഞ്ഞുകൊണ്ടേയിരുന്നു. അതിന്റെ ജ്വാല ഉയർന്നു വന്ന ഗുഹയെ മുഴുവൻ മൂടി. സ്വന്തം മനസ്സിൽ തോന്നിയതുപോലെ ഗുഹയെ വളരെ തീ കൊണ്ട് ദഹിപ്പിക്കാമെന്ന് അവൻ കരുതി. എന്നാൽ കർത്താവിന്റെ ദൂതൻ അതിന് കാവൽ നിന്നു. എന്നിട്ടും അവന് സാത്താനെ ശപിക്കുവാനോ വാക്കുകൾ കൊണ്ട് അവനെ ഉപദ്രവിക്കാനോ കഴിഞ്ഞില്ല. കാരണം അവന്റെ മേൽ അധികാരമില്ലായിരുന്നു. അവന്റെ വായിൽ നിന്നുള്ള വാക്കുകൾ കൊണ്ടും അങ്ങനെ ചെയ്യുവാൻ അവൻ തയ്യാറായില്ല. അതുകൊണ്ട് ദൈവവചനം വരുന്നത് വരെ ദൂതൻ ഒരു ദുഷിച്ച വാക്കുപോലും പറയാതെ അവനെ സഹിച്ചു. വചനം സാത്താനോട് പറഞ്ഞു, നീ ഇവിടെ നിന്ന് പോകൂ. മുമ്പൊരിക്കൽ നീ എൻ്റെ ദാസന്മാരെ വഞ്ചിച്ചു.
പക്ഷെ ഇത്തവണ നീ അവരെ നശിപ്പിക്കാൻ നോക്കുന്നു. എൻ്റെ കാരുണ്യമില്ലായിരുന്നെങ്കിൽ നിന്നെയും നിന്റെ സൈന്യങ്ങളെയും ഭൂമിയിൽ നിന്ന് നശിപ്പിക്കുമായിരുന്നു. പക്ഷെ ലോകാവസാനം വരെ നിന്നോട് കാണിക്കുവാൻ ക്ഷമ എനിക്കുണ്ട്. അപ്പോൾ സാത്താൻ ലോർഡിന്റെ സന്നിധിയിൽ നിന്നും ഓടിപ്പോയി. എന്നാൽ ഗുഹയ്ക്ക് ചുറ്റും തീ ഒരു കൽക്കരി പോലെ ദിവസം മുഴുവനും കത്തിക്കൊണ്ടിരുന്നു. ആദാമും ഹവ്വയും തോട്ടത്തിൽ നിന്നും പുറത്തു വന്നതിന് ശേഷം 46-ാം ദിവസമായിരുന്നു അത്. തീയുടെ ചൂട് അല്പം തണുത്തതായി ആദമും ഹവ്വയും കണ്ടപ്പോൾ ഗുഹയിൽ കയറുവാനായി അവർ അവിടേക്ക് നടന്നു. എങ്കിലും തീയുടെ ചൂട് കാരണം അവർക്കതിന് കഴിഞ്ഞില്ല. അപ്പോൾ അവർക്കും ഗുഹയ്ക്കും ഇടയിലായി ഒരു വിടവുണ്ടാക്കിയ ആ തീ അവർക്ക് നേരെ ജ്വലിച്ചതിനാൽ അവർ പേടിച്ച് നിലവിളിച്ചു. പിന്നെ ആദാം ഹവ്വായോട് പറഞ്ഞു, ഈ തീ നോക്കൂ ഹവ്വ, ഇതിന്റെ ഒരംശം നമ്മിലുണ്ട്. അത് മുൻപ് നമുക്ക് വഴങ്ങിയിരുന്നുവെങ്കിലും ഇപ്പോൾ അങ്ങനെയല്ല. നമ്മൾ സൃഷ്ടിയുടെ പരിധി ലംഘിച്ച് നമ്മുടെ അവസ്ഥ മാറ്റിയതിനാൽ നമ്മുടെ സ്വഭാവം മാറിയിരിക്കുന്നു. എന്നാൽ അഗ്നിക്കതിൻ്റെ സ്വഭാവത്തിലോ സൃഷ്ടിയിലോ മാറ്റം വന്നിട്ടില്ല. അതിനാൽ അതിപ്പോൾ നമ്മുടെ മേൽ അധികാരം ചെലുത്തിയിരിക്കുന്നു. നാം അതിനടുത്തെത്തുമ്പോൾ അത് നമ്മുടെ മാംസം പൊള്ളിക്കുന്നു. അധ്യായം 45. പിന്നെ ആദം എഴുന്നേറ്റ് ദൈവത്തോട് പ്രാർത്ഥിച്ചു, നോക്കൂ, ഈ തീ അങ്ങ് ഞങ്ങളോട് താമസിക്കുവാൻ കൽപ്പിച്ച ഗുഹയെയും ഞങ്ങളെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു. ഇപ്പോൾ ഇതാ ഞങ്ങൾക്കതിൽ പ്രവേശിക്കുവാൻ കഴിയുന്നില്ല. ഇത് കേട്ട ദൈവം തൻ്റെ വചനത്തെ ആദാമിൻ്റെ അടുക്കൽ അയച്ച് അവനോട് പറഞ്ഞു, ഓ ആദമേ, ഈ തീയും അതിൻ്റെ ജ്വാലയും ചൂടും നീ കണ്ടോ? പരമാനന്ദത്തിന്റെ പൂന്തോട്ടത്തിൽ നിന്നും അതിലെ നന്മകളിൽ നിന്നും എത്ര വ്യത്യസ്തമാണിത്. നീ എൻ്റെ നിയന്ത്രണത്തിലായിരുന്നപ്പോൾ എല്ലാ സൃഷ്ടികളും നിനക്ക് കീഴടങ്ങി. എന്നാൽ നീ എൻ്റെ കൽപ്പന ലംഘിച്ചതിന് ശേഷം അവയെല്ലാം നിന്റെ മേലുയർന്നിരിക്കുന്നു. ദൈവം വീണ്ടും അവനോട് പറഞ്ഞു, ഓ ആദമേ, സാത്താൻ നിന്നെ എങ്ങനെയാണ് ഉയർത്തിയതെന്ന് നീ നോക്കൂ. അവൻ നിന്നിൽ നിന്ന് ദൈവത്വവും എന്നെ പോലെയുള്ള ഒരു ഉന്നതാവസ്ഥയും ഇല്ലാതാക്കി. നിന്നോടുള്ള അവൻ്റെ വാക്ക് പാലിച്ചില്ല. എല്ലാത്തിനും ഉപരി അവൻ നിനക്ക് ശത്രുവായി തീർന്നു. അവനാണ് നിന്നെയും ഹവ്വായെയും ദഹിപ്പിക്കുവാൻ ഉദ്ദേശിച്ച് ഈ തീ ഉണ്ടാക്കിയത്. ഓ ആദമേ, ഒരു ദിവസം പോലും അവന് നിന്നോടുള്ള കരാർ പാലിക്കാതെ നീ അവന്റെ കൽപ്പനയ്ക്ക് വഴങ്ങിയപ്പോൾ നിന്നിലുണ്ടായിരുന്ന മഹത്വം അവൻ നിന്നിൽ നിന്നും എടുത്തു കളഞ്ഞത് എന്തുകൊണ്ട്? ആദമേ, നിന്നോട് ഈ ഉടമ്പടി ചെയ്തപ്പോൾ അവൻ നിന്നെ സ്നേഹിച്ചു എന്നാണോ നീ കരുതുന്നത്? അതോ നിന്നെ സ്നേഹിച്ചതിനാൽ നിന്നെ ഉയർത്താൻ അവൻ ആഗ്രഹിച്ചു എന്നാണോ? പക്ഷേ ആദമേ, നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ല അവൻ ഇതെല്ലാം ചെയ്തത്. മറിച്ച് നിന്നെ വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലേക്കും ഉയർന്ന അവസ്ഥയിൽ നിന്ന് അധപതനത്തിലേക്കും മഹത്വത്തിൽ നിന്ന് കളങ്കത്തിലേക്കും സന്തോഷത്തിൽ നിന്ന് ദുഃഖത്തിലേക്കും വിശ്രമത്തിൽ നിന്ന് ഉപവാസത്തിലേക്കും ബോധക്ഷയത്തിലേക്കും കൊണ്ടുവരുവാൻ അവൻ ആഗ്രഹിച്ചതിനാലാണ്. ദൈവം ആദമിനോട് ഇതുകൂടി പറഞ്ഞു, നിന്റെ ഗുഹയ്ക്ക് ചുറ്റും സാത്താൻ കത്തിച്ച ഈ തീ നീ കാണുക. നിന്നെ ചുറ്റിപ്പറ്റിയുള്ള ഈ അത്ഭുതം കാണുക. നീ അവന്റെ കൽപ്പന കേൾക്കുമ്പോൾ അത് നിന്നെയും നിന്റെ സന്തതിയെയും വലയം ചെയ്യുമെന്ന് അറിയുക. അവന് നിങ്ങളെ നരകാഗ്നിയിൽ പിടികൂടാൻ വേണ്ടിയാണിത്. നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ നരകത്തിലേക്ക് ഇറങ്ങിപ്പോവുകയും ചെയ്യും. അപ്പോൾ നിന്റെയും നിന്റെ സന്തതിയുടെയും ചുറ്റും ഇതുപോലെ കത്തുന്ന അവന്റെ തീയുടെ ജ്വലനം നീ കാണും. എൻ്റെ വരവിനോടുകൂടി അല്ലാതെ നിനക്ക് അതിൽ നിന്ന് ഒരു മോചനവുമില്ല.
ഇപ്പോൾ നിന്റെ ചുറ്റുമുള്ള വലിയ തീ നിമിത്തം ഗുഹയിൽ പ്രവേശിക്കുവാൻ നിനക്ക് കഴിയാത്തതുപോലെ അതിൽ നിന്നൊരു മോചനം എൻ്റെ വചനം വരുന്നതുവരെ അസാധ്യമാണ്. എൻ്റെ വചനത്തിൻ്റെ വരവ് നിനക്കൊരു വഴിയൊരുക്കും. അന്ന് എൻ്റെ ഉടമ്പടി പൂർത്തീകരിക്കപ്പെടും. ഇപ്പോൾ എൻ്റെ വചനം വരുന്നത് വരെ ഇവിടെ നിന്ന് പോയി വിശ്രമിക്കാൻ നിനക്ക് ഒരു വഴിയുമില്ല. അവൻ എൻ്റെ വചനമാണ്. അന്ന് അവൻ നിനക്കായി ഒരു വഴിയൊരുക്കും. നിനക്ക് വിശ്രമം ലഭിക്കുകയും ചെയ്യും. അതിനുശേഷം ദൈവം തൻ്റെ വചനത്താൽ ഗുഹയ്ക്ക് ചുറ്റും കത്തുന്ന തീയോട് വിളിച്ചു പറഞ്ഞു. ആദാമും ഹവ്വയും അതിലൂടെ കടന്നു പോകുന്നത് വരെ അത് സ്വയം പിളർന്ന് അവർക്ക് വഴിയൊരുക്കുവാൻ. പിന്നീട് ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം തീ സ്വയം പിളർന്ന് ആദാമിനൊരു വഴിയുണ്ടാക്കി. അതിനുശേഷം ദൈവം തൻ്റെ വചനത്തെ ആദമിൽ നിന്നും പിൻവലിച്ചു. അധ്യായം 46. പിന്നെ ആദമും ഹവ്വായും വീണ്ടും ഗുഹയിലേക്ക് കടക്കുവാനായി അതിനടുത്തെത്തി. തീയുടെ നടുവിലുള്ള വഴിയിലെത്തിയപ്പോൾ അവരുടെ ശരീരങ്ങൾ വെന്ത് തീക്കനൽ അവരെ ദഹിപ്പിക്കുവാനായി സാത്താൻ ഒരു ചുഴലിക്കാറ്റെന്ന പോലെ തീയിലേക്ക് ഊതി. അങ്ങനെ ആദമിൻ്റെയും ഹവ്വയുടെയും മേൽ ഒരു തീക്കനൽ കത്തിച്ച് അവരെ പൊള്ളിച്ചു. തീയുടെ ജ്വലനത്തിൽ നിന്ന് ആദമും ഹവ്വായും ഉറക്കെ നിലവിളിച്ചു പറഞ്ഞു, ഓ ലോർഡ്, ഞങ്ങളെ രക്ഷിക്കണമേ. ഈ കത്തുന്ന തീയിൽ ഞങ്ങൾ പീഡിപ്പിക്കപ്പെട്ട് അതിൽ ദഹിക്കുവാൻ ഞങ്ങളെ കൈവിടരുതേ. അങ്ങയുടെ കൽപ്പന ലംഘിച്ചതിന് ഞങ്ങളോട് കണക്കിടരുതേ. സാത്താൻ കത്തിച്ച തീയാൽ വ്രണപ്പെട്ട അവരുടെ ശരീരങ്ങൾ കണ്ട ദൈവം തൻ്റെ ദൂതനെ അയച്ച് കത്തുന്ന തീയെ കെടുത്തി. എന്നാൽ മുറിവുകൾ അവരുടെ ശരീരത്തിൽ അവശേഷിച്ചു. ദൈവം ആദമിനോട് പറഞ്ഞു, ദൈവത്വവും മഹത്വവും നിനക്ക് നൽകുന്നതായി നടിച്ച സാത്താന്റെ സ്നേഹം കണ്ടോ? അവൻ നിന്നെ തീ കൊണ്ട് ദഹിപ്പിക്കുകയും ഭൂമിയിൽ നിന്ന് നിന്നെ ഇല്ലാതാക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഓ ആദം, എന്നെ നോക്കൂ. സൃഷ്ടാവായ ഞാൻ എത്ര തവണയാണ് നിന്നെ അവൻ്റെ കയ്യിൽ നിന്ന് രക്ഷിച്ചത്. അല്ലെങ്കിൽ അവൻ നിന്നെ നശിപ്പിക്കുമായിരുന്നില്ലേ? ദൈവം ഹവ്വായോട് ചോദിച്ചു, തോട്ടത്തിൽ വെച്ച് അവൻ നിന്നോട് എന്താണ് വാഗ്ദാനം ചെയ്തത്? നീ ആ വൃക്ഷത്തിന്റെ ഫലം തിന്നുന്ന നാളിൽ നിന്റെ കണ്ണുകൾ തുറക്കപ്പെടും. നീ നന്മ തിന്മകളെ അറിയുന്നവരായി ദൈവങ്ങളെ പോലെയാകും എന്നല്ലേ? എന്നാൽ ഇതാ, അവൻ നിങ്ങളുടെ ശരീരങ്ങളെ തീയിൽ ദഹിപ്പിച്ചിരിക്കുന്നു. തോട്ടത്തിലെ രുചിക്ക് പകരമായി അവൻ നിങ്ങളെ തീയുടെ രുചി ആസ്വദിപ്പിച്ചിരിക്കുന്നു. തീ കത്തുന്നതും അതിൻ്റെ ദോഷവും അതിൻ്റെ മേൽ അതിനുള്ള ശക്തിയും നിങ്ങൾക്കവൻ കാണിച്ചു തന്നിരിക്കുന്നു. സത്യത്തിൽ അവൻ നിങ്ങളുടെ കണ്ണുകൾ തുറന്നിരിക്കുന്നു. അവൻ നിങ്ങളിൽ നിന്ന് എടുത്ത നന്മ നിങ്ങളുടെ കണ്ണുകൾ കണ്ടിരിക്കുന്നു. നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടായിരുന്ന സ്വർഗീയ പൂന്തോട്ടവും സാത്താൻ നിങ്ങളുടെ മേൽ വരുത്തിയ തിന്മയും നിങ്ങൾ കണ്ടു കഴിഞ്ഞു. എന്നാൽ ദൈവത്വം അതവന് നിങ്ങൾക്ക് നൽകുവാനോ നിങ്ങളോടുള്ള അവൻ്റെ വാക്ക് നിറവേറ്റാനോ അവന് കഴിയുകയില്ല. അല്ല, അവൻ നിങ്ങളോടും നിങ്ങളുടെ പിന്നാലെ വരുന്ന നിങ്ങളുടെ സന്തതികളോടും കടുത്ത വിദ്വേഷം വെച്ച് പുലർത്തിയിരിക്കുന്നു. അത് നിങ്ങളുടെ പിന്നാലെ ഉണ്ടാകും. അതിനുശേഷം തൻ്റെ വേർഡിനെ ദൈവം പിൻവലിച്ചു. അധ്യായം 47. പിന്നെ ആദമും ഹവ്വായും ഗുഹയിലേക്ക് കടന്നു. എന്നാൽ അവരുടെ ശരീരങ്ങൾ കത്തിക്കരിയിച്ച തീയെ കണ്ടവർ അപ്പോഴും വിറച്ചുകൊണ്ടിരുന്നു. അതിനാൽ ആദം ഹവ്വായോട് പറഞ്ഞു, ഇതാ, ഈ ലോകത്തിലെ നമ്മുടെ മാംസള ശരീരം തീയിൽ പൊള്ളിയിരിക്കുന്നു. എന്നാൽ നമ്മൾ മരിച്ചു പോയാൽ സാത്താൻ നമ്മുടെ ആത്മാക്കളെ ശിക്ഷിക്കുമ്പോൾ അതെങ്ങനെയായിരിക്കും? ദൈവം വന്ന് നമ്മോട് കരുണ കാണിച്ച് അവൻ്റെ വാഗ്ദാനം നിറവേറ്റിയില്ലെങ്കിൽ നമ്മുടെ മോചനം ദീർഘവും വിദൂരവുമല്ലേ? പിന്നെ ആദമും ഹവ്വായും ഗുഹയിലേക്ക് കടന്നു. വീണ്ടും അതിലേക്ക് വന്നതിന് അവർ സ്വയം ആഹ്ലാദിച്ചു.
കാരണം ചുറ്റും തീ കാണുമ്പോൾ ഇനി ഒരിക്കലും അതിൽ പ്രവേശിക്കരുതെന്ന് അവരുടെ മനസ്സിൽ അവർ നിരൂപിച്ചു. എന്നാൽ സൂര്യൻ അസ്തമിക്കുമ്പോഴും തീ കത്തിക്കൊണ്ടിരുന്നതിനാൽ ഗുഹയിൽ ആദമിന്റെയും ഹവ്വായുടെയും അടുത്തേക്ക് തീ വന്നുകൊണ്ടിരുന്നു. അതിനാൽ അവർക്കതിൽ ഉറങ്ങുവാൻ കഴിഞ്ഞില്ല. സൂര്യൻ അസ്തമിച്ചതിന് ശേഷം അവർ അതിൽ നിന്നും ഇറങ്ങി. തോട്ടത്തിൽ നിന്ന് പുറത്തു വന്നതിന്റെ 47-ാം ദിവസമായിരുന്നു അത്. അവർ എഴുന്നേറ്റ് നിന്ന് തങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ച ശേഷം പർവ്വതത്തിന്റെ കൊടുമുടിയിൽ കിടന്നുറങ്ങി. എന്നാൽ എല്ലാ നന്മകളെയും വെറുക്കുന്ന സാത്താൻ തന്റെ മനസ്സിൽ ചിന്തിച്ചതെന്തെന്നാൽ ദൈവം ആദമിന് ഉടമ്പടിയിലൂടെ രക്ഷ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അവനെ ബാധിച്ച എല്ലാ കഷ്ടപ്പാടുകളിൽ നിന്നും അവനെ വിടുവിക്കാമെന്നും. എന്നാൽ ഇങ്ങനെ ഒരു ഉടമ്പടിയിലൂടെ എനിക്ക് വാഗ്ദാനം ഒന്നും തന്നിട്ടില്ല. എൻ്റെ കഷ്ടപ്പാടുകളിൽ നിന്ന് എന്നെ വിടുവിക്കുകയുമില്ല. അല്ല, ഞാൻ ഒരിക്കൽ ജീവിച്ചിരുന്ന രാജ്യത്തിൽ അവനെയും അവന്റെ സന്തതിയെയും വസിപ്പിക്കുമെന്ന് വാഗ്ദാനം ചെയ്തിരിക്കുകയുമാണ്. അതിനാൽ ഞാൻ ആദമിനെ കൊല്ലും. ഭൂമിയിൽ നിന്ന് അവൻ ഇല്ലാതാകുന്നതോടുകൂടി അതെനിക്ക് മാത്രമായി അവശേഷിക്കും. അവൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ സ്വന്തം രാജ്യത്തിന് അവകാശികളാകുവാൻ അവൻ ഒരു സന്തതിയും അവശേഷിക്കാതിരിക്കുവാൻ വേണ്ടിയാണിത്. അപ്പോൾ ദൈവത്തിന് എന്നെ ആവശ്യം വരികയും എന്നെ എൻ്റെ സൈന്യങ്ങളോടൊപ്പം അതിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും ചെയ്യും. അധ്യായം 48. അതിനുശേഷം സാത്താൻ തൻ്റെ സൈന്യങ്ങളെ വിളിച്ചു. അവയെല്ലാം അവൻ്റെ അടുക്കൽ വന്ന് അവനോട് ചോദിച്ചു, ഓ ഞങ്ങളുടെ ലോർഡ്, അങ്ങ് എന്തു ചെയ്യും? അപ്പോൾ അവൻ അവരോട് പറഞ്ഞു, ദൈവം പൊടിയിൽ നിന്ന് സൃഷ്ടിച്ച ഈ ആദം തന്നെയാണ് നമ്മുടെ രാജ്യം ഏറ്റെടുത്തതെന്ന് നിങ്ങൾക്കറിയാം. വരൂ, നമുക്ക് ഒരുമിച്ച് ചേർന്ന് അവനെ കൊല്ലാം. അല്ലെങ്കിൽ അവന്റെയും ഹവ്വായുടെയും നേരെ ഒരു പാറ എറിഞ്ഞ് അവരെ അതിനടിയിലിട്ട് ചതച്ചു കളയാം. ഈ വാക്കുകൾ കേട്ടപ്പോൾ സത്താന്റെ സൈന്യങ്ങൾ ആദമും ഹവ്വായും ഉറങ്ങിയായിരുന്ന മലയുടെ ആ ഭാഗത്തെത്തി. പാറയിൽ ഒരു ദ്വാരമുണ്ടെങ്കിൽ അത് അവരുടെ മേൽ വീഴുമ്പോൾ പാറയിലെ ദ്വാരം അവരുടെ മേൽ വന്നാൽ അവർ മരിക്കാതെ രക്ഷപ്പെടുമെന്ന് കരുതിയ സാത്താൻ അവന്റെ സൈന്യത്തോടൊപ്പം ന്യൂനത ഒന്നുമില്ലാത്ത വീതിയുള്ളതും സമമായതുമായ ഒരു വലിയ പാറ എടുത്തു. എന്നിട്ട് അവൻ അവരോട് പറഞ്ഞു, ഈ കല്ല് അവരിൽ നിന്നും മാറി മറ്റെവിടെയെങ്കിലും വീഴാതിരിക്കത്തക്കവണ്ണം എടുത്ത് അവരുടെ മേൽ നേരെ എറിയുക. അത് നിങ്ങൾ എറിഞ്ഞു കഴിഞ്ഞാൽ ഓടിപ്പോകുക, താമസിക്കരുത്. സാത്താൻ അവരോട് കൽപ്പിച്ചതുപോലെ തന്നെ അവർ ചെയ്തു. എന്നാൽ ആദമിനെയും ഹവ്വായിയുടെയും മേൽ പർവ്വതത്തിൽ നിന്ന് പാറ താഴേക്ക് വീണപ്പോൾ അവർക്കൊരു ദോഷവും വരുത്താത്ത ഒരുതരം ഷെഡായും അത് മാറുവാൻ ദൈവം കൽപ്പിക്കുകയും ദൈവത്തിന്റെ കൽപ്പന പ്രകാരം അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തു. എന്നാൽ പാറയുടെ വലിപ്പത്താൽ അത് വീണപ്പോൾ ഭൂമി മുഴുവനും അതോടൊപ്പം കുലുങ്ങി. ഭൂമി കുലുങ്ങുകയും വിറയ്ക്കുകയും ചെയ്തപ്പോൾ ആദമും ഹവ്വായും ഉറക്കത്തിൽ നിന്നും ഉണർന്നു. ഒരു ഷെഡ് പോലെ നിൽക്കുന്ന ഒരു പാറയ്ക്കടിയിലാണ് തങ്ങളെന്ന് അവർ കണ്ടെത്തി. പക്ഷെ അതെങ്ങനെ സംഭവിച്ചു എന്നവർക്ക് അറിയില്ലായിരുന്നു. കാരണം അവർ ഉറങ്ങുമ്പോൾ അവർ ആകാശത്തിന് കീഴിലായിരുന്നു, ഒരു ഷെഡിനടിയിലല്ലായിരുന്നു. അതിനാൽ അത് കണ്ടപ്പോൾ അവർ ഭയപ്പെട്ടു. പിന്നെ ആദം ഹവ്വായോട്, നാം നിമിത്തം പർവ്വതം ചായുകയും ഭൂമി കുലുങ്ങുകയും വിറയ്ക്കുകയും ചെയ്തതെന്ത്? ഈ പാറ തന്നെ നമ്മുടെ മേൽ ഒരു കൂടാരം പോലെ വിരിച്ചിരിക്കുന്നതെന്ത് എന്ന് ചോദിച്ചു. ദൈവം നമ്മെ പീഡിപ്പിക്കാനും ഈ ജയിലിൽ അടയ്ക്കാനും ഉദ്ദേശിക്കുന്നുണ്ടോ? അതോ ഭൂമിയെ അദ്ദേഹം നമ്മുടെ മേൽ അടച്ചു മൂടുമോ? ദൈവകൽപ്പന കൂടാതെ നാം ഗുഹയിൽ നിന്ന് പുറത്തു വന്നതിനും ദൈവത്തോട് ആലോചിക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം ഗുഹ വിട്ട് ഈ സ്ഥലത്തെത്തിയതിനും ദൈവം നമ്മോട് കോപിച്ചിരിക്കുന്നു. അപ്പോൾ ഹവ്വ പറഞ്ഞു, നമ്മുടെ നിമിത്തമാണ് ഭൂമി കുലുങ്ങി
നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം ഈ പാറ നമ്മുടെ മേൽ കൂടാരം പണിയുകയും ചെയ്തതെങ്കിൽ ആദമേ, നമുക്ക് അയ്യോ കഷ്ടം, നമ്മുടെ ശിക്ഷ വളരെ നീണ്ടതായിരിക്കും. അതിനെക്കുറിച്ച് അറിയേണ്ടുന്നതിനായി നമ്മുടെ മേൽ കൂടാരം പോലെ വിരിച്ചിരിക്കുന്ന ഈ പാറ എന്താണെന്ന് അറിയേണ്ടതിനായി എഴുന്നേൽക്കൂ, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അപ്പോൾ ആദം എഴുന്നേറ്റ് നിന്ന് ഈ വിഷമാവസ്ഥയെക്കുറിച്ച് അറിയിക്കുവാൻ ലോഡിന്റെ മുമ്പാകെ പ്രാർത്ഥിച്ചു. അങ്ങനെ അവിടെ ആദം രാവിലെ വരെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. വീഡിയോ നീണ്ടുപോകുന്നതിനാൽ നിർത്തുകയാണ്. പഴയകാല ക്രിസ്തീയ ബുക്കുകൾ വായിക്കുവാൻ താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും മടിക്കേണ്ട. താങ്ക് യു.